നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് കുറേയധികം യോഗങ്ങളുണ്ടെന്നും അവയിൽ ചിലത് ശുഭഫലങ്ങൾ നൽകുമെന്നും ചില യോഗങ്ങൾ ദോഷഫലങ്ങൾ നൽകുമെന്നും നമുക്കെല്ലാം അറിയാം. അങ്ങനെ ശുഭഫലത്തെ നൽകുന്ന ഒരു യോഗത്തെക്കുറിച്ച് ഇന്ന് മനസ്സിലാക്കാം. യോഗത്തിൻ്റെ പേര് അർത്ഥസിദ്ധികര യോഗം എന്നാണ്. ഗ്രഹനിലയിൽ 2, 11 ഭാവങ്ങൾ, അതിൽ ഭാവാധിപന്മാർ ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ യോഗം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. അതായത് 2ാം ഭാവാധിപൻ 11ാം ഭാവത്തിലും 11ാം ഭാവാധിപൻ 2ാം ഭാവത്തിലും നിൽക്കുക, അല്ലെങ്കിൽ 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനും കൂടി ഒന്നിച്ചോ അല്ലെങ്കിൽ വെവ്വേറെയോ ലഗ്നകേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിൽക്കുക. അതുമല്ലെങ്കിൽ 2, 11 ഭാവാധിപന്മാർ പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ട് ഇഷ്ടഭാവങ്ങളിൽ നിൽക്കുക. ഇങ്ങനെ വന്നാൽ അവ 3ഉം അർത്ഥസിദ്ധികര യോഗങ്ങളാണ്. ലഗ്നം 4, 7, 10 ഭാവങ്ങളാണ് കേന്ദ്രഭാവങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗ്രഹനിലയിൽ 2ാം ഭാവം ധനം, കുടുംബം, വിദ്യ, വാക്ക് ഇവയൊക്കെയാണ് പ്രധാനമായും ചിന്തിക്കുന്നത്. ഭാവം, ഭാവാധിപൻ, ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം, ഭാവാധിപനോട് യോഗം ചെയ്യുന്ന ഗ്രഹം, ഭാവത്തിലേക്കും ഭാവാധിപനെയും നോക്കുന്ന ഗ്രഹം, കാരകഗ്രഹം ഇവയുടെ ബലം, സ്ഥിതി എല്ലാം നോക്കേണ്ടതാണ്. അതുപോലെ 11ാം ഭാവം എന്നത് ലാഭസ്ഥാനമാണ്. ലാഭം, ജ്യേഷ്ഠൻ, സമ്പാദ്യങ്ങൾ, സുഹൃത്തുക്കൾ ഇവയെല്ലാം 11ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത്. അർത്ഥസിദ്ധികര യോഗം ഒരു ഗ്രഹനിലയിലുണ്ടെങ്കിൽ ആ ജാതകന് ഉണ്ടാകുന്ന ഗുണഫലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി വലിയ ധനവാനാകും എന്നുള്ളത് തന്നെയാണ്. പല മാർഗങ്ങളിലൂടെ ധനവരവുണ്ടാകും ആ വ്യക്തിക്ക്. ചിലപ്പോൾ സുഹൃത്തുക്കളുമായി ചേർന്ന് വ്യാപാരം നടത്തിയോ പണം പലിശയ്ക്ക് കൊടുത്തോ എങ്ങനെയെങ്കിലും പല പ്രകാരത്തിലുള്ള ധനവരവ് വ്യക്തിക്കുണ്ടാകും. ഇന്നത്തെ കാലത്ത് നല്ല നിലയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായി വേണ്ടത് ധനം തന്നെയാണ്. അർത്ഥസിദ്ധികര യോഗത്തെക്കുറിച്ച് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.